ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്വർണം ഒരു ഗ്രൻ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഒരു കാര്യം അറിയാമോ? നമ്മൾ ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ ഒരു 25% വരെ പണിക്കൂലിയായിട്ടങ്ങ് പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോഴുള്ള യഥാർത്ഥ ചെലവുകളെക്കുറിച്ചും വെറും ആഭരണങ്ങൾക്കപ്പുറം എങ്ങനെ സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പുതിയ വഴികളെക്കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. 1. എന്തുകൊണ്ടാണ് സ്വർണത്തിന് എപ്പോഴും ഇത്ര ഡിമാൻഡ്? 2. സ്വർണം ആഭരണമായിട്ട് വാങ്ങുന്നതാണോ അതോ ഡിജിറ്റലായിട്ട് വാങ്ങുന്നതാണോ ശരിക്കും ലാഭം? 3. കാര്യം, ഇതിൽ നമ്മൾ കാണാത്ത എന്തൊക്കെ ചെലവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്? പിന്നെ ഏറ്റവും അവസാനം, നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന ഇൻവെസ്റ്റ്മെന്റ് രീതി ഏതാണെന്ന് എങ്ങനെ തീരുമാനിക്കാമെന്നും നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാലം എത്ര കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഈ തിളക്കം ഒട്ടും കുറയാത്തത്? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പണ്ടത്തെ രാജാക്കന്മാരു മുതൽ ഇന്നത്തെ നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകർ വരെ എന്തുകൊണ്ടാണ് സ്വർണത്തെ എത്രയധികം വിശ്വസിക്കുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 3000 വർഷത്തെ ചരിത്രമെടുത്തു നോക്കിയാൽ എത്രയെത്ര ഓഹരികൾ, കറൻസികൾ, എന്തിന് സാമ്രാജ്യങ്ങൾ വരെ തകർന്നുപോയി. പക്ഷേ ഇതിനിടയിലൊന്നും മൂല്യം പൂജ്യമായി പോകാത്ത ഒരേ ഒരു അസറ്റ്, അത് സ്വർണമാണ്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് സ്വർണത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? പ്രധാനമായിട്ടും ഒരു 5 കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്. അതായത് മാർക്കറ്റിൽ സാധനങ്ങളുടെ വിലയൊക്കെ കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം കുറയുമല്ലോ. പക്ഷേ ആ സമയത്ത് സ്വർണത്തിന്റെ വില സാധാരണയായിട്ട് കൂടും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുമ്പോൾ ഒരു സേഫ് ഹെവൻ, അതായത് ഒരു സുരക്ഷിത താവളമായിട്ടും സ്വർണം പ്രവർത്തിക്കാറുണ്ട്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. സ്വർണത്തിൽ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും 3 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. 1. നേരിട്ട് കയ്യിൽ വാങ്ങുന്നത്, അതായത് ഫിസിക്കൽ ഗോൾഡ്. 2. ഡിജിറ്റലായി പേപ്പർ രൂപത്തിൽ വാങ്ങുന്നത്. പിന്നെ 3. സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഏറ്റവും പരമ്പരാഗതമായ രീതി, ഫിസിക്കൽ ഗോൾഡ്. സംഭവം സിമ്പിളാണ്. നമ്മുടെ സ്വർണം ആഭരണമായോ കോയിനായോ അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടിയായോ നേരിട്ട് വാങ്ങി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആഭരണമായിട്ട് സ്വർണം വാങ്ങുമ്പോൾ ഏകദേശം 25% വരെ പണിക്കൂലിയായിട്ട് കൊടുക്കണം. ഓർക്കണം, ഈ തുക നമ്മൾ ആ സ്വർണം വിൽക്കാൻ പോകുമ്പോൾ ഒരു കാലത്തും തിരികെ കിട്ടില്ല. എന്നാൽ ഗോൾഡ് ETF പോലുള്ള ഡിജിറ്റൽ ഓപ്ഷനുകളിൽ ഈ പറയുന്ന ഭീമമായ പണിക്കൂലിയില്ല. അതുമാത്രമല്ല, എവിടെ സൂക്ഷിക്കും, അതിന്റെ പരിശുദ്ധി എത്രയുണ്ട് എന്നൊക്കെയുള്ള ടെൻഷനുകളും ഡിജിറ്റൽ സ്വർണത്തിനില്ല. അടുത്ത ഓപ്ഷനാണ് പേപ്പർ ഗോൾഡ്. പേരുകേട്ട് പേടിക്കേണ്ട, സ്വർണം നമ്മുടെ കയ്യിൽ നേരിട്ട് വയ്ക്കാതെ അതിന്റെ വിലയിലുള്ള നേട്ടങ്ങൾ കിട്ടാനുള്ള ഒരു ഡിജിറ്റൽ വഴിയാണിത്. വളരെ സൗകര്യപ്രദമാണ്. ഈ പേപ്പർ ഗോൾഡിൽ തന്നെ 2 പ്രധാന ഓപ്ഷനുകളുണ്ട്: സോവറൻ ഗോൾഡ് ബോണ്ടും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും. ഇതിലെ SGBക്ക് ഗവൺമെന്റിന്റെ ഉറപ്പുമുണ്ട്. പോരാത്തതിന് എല്ലാ വർഷവും 2.5% പലിശയും കിട്ടും. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതൊന്നുമല്ല. 8 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ ബോണ്ട് വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. ഈ ഒരു കാരണം കൊണ്ടുതന്നെ SGB വളരെ ആകർഷകമായൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് 3ാമത്തെ വിഭാഗത്തിലേക്ക് വരാം. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ സ്വർണത്തിലല്ല നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പകരം സ്വർണം ഖനനം ചെയ്യുന്നത് പോലുള്ള ബിസിനസ്സുകളിൽ, അതായത് ആ കമ്പനികളുടെ ഓഹരികളിലാണ് പണം മുടക്കുന്നത്. ഈ രീതിക്ക് അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ സ്വർണത്തിന്റെ വില കൂടുന്നതിനേക്കാൾ 2-3 ഇരട്ടി നേട്ടം ഈ ഓഹരികൾ തന്നേക്കാം. പക്ഷേ മറുവശത്ത് റിസ്ക്കും അതുപോലെ കൂടുതലാണ്. കമ്പനിയുടെ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളോ രാഷ്ട്രീയ അസ്ഥിരതയോ ഒക്കെ നമ്മുടെ നിക്ഷേപത്തെ കാര്യമായി ബാധിച്ചേക്കാം. നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലും TVയിലുമൊക്കെ സ്വർണത്തിന്റെ വില കാണാറുണ്ട്, അല്ലേ? എന്നാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ കാണുന്ന വിലയ്ക്കപ്പുറം നമ്മുടെ ലാഭത്തെ ശരിക്കും ബാധിക്കുന്ന ചില ഒളിഞ്ഞിരിക്കുന്ന ചെലവുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 25%. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1 ലക്ഷം രൂപയുടെ ഒരു സ്വർണ്ണാഭരണം വാങ്ങിയാൽ അതിൽ 25,000 രൂപ വരെ വെറും പണിക്കൂലിയായിട്ടാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ സ്വർണം എപ്പോഴെങ്കിലും വിൽക്കാൻ ചെന്നാൽ ഈ കൊടുത്ത പണിക്കൂലി നിങ്ങൾക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല. ഇതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ആഭരണങ്ങൾക്ക് ഏറ്റവും വലിയൊരു പോരായ്മയുണ്ടെന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാറുകളായോ കോയിനുകളായോ സ്വർണം വാങ്ങിയെന്ന് വെക്കുക. അത് സുരക്ഷിതമായി സൂക്ഷിക്കണ്ടേ? ഒരു പ്രൊഫഷണൽ വോൾട്ടിൽ ഇൻഷുറൻസോടെയൊക്കെ വെക്കണമെങ്കിൽ അതിന് വർഷം ഏകദേശം 0.5% ഫീസ് വരും. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ ഗോൾഡ് ഓപ്ഷനുകൾക്കൊന്നും ഈ ഒരു ചെലവില്ല. ഓക്കെ, പണിക്കൂലിയുടെയും സൂക്ഷിക്കാനുള്ള ചെലവിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു. പക്ഷെ നികുതിയുടെ കാര്യമാ? ടാക്സിന്റെ കാര്യത്തിൽ ഓരോ സ്വർണ്ണ നിക്ഷേപവും ഓരോ പോലെയാണ്. ഈ ടേബിളൊന്ന് നോക്കൂ.
നമ്മൾ ഫിസിക്കൽ ഗോൾഡോ അല്ലെങ്കിൽ ETF വാങ്ങി ലാഭത്തിൽ വിറ്റാൽ അതിന് ടാക്സ് കൊടുക്കണം. എന്നാൽ നേരത്തെ പറഞ്ഞ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ അതിന്റെ കാലാവധിയായ 8 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം അത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന യഥാർത്ഥ വരുമാനം ഇതിൽ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചേർന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്ത്രം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതാണ് എല്ലാവർക്കും വരുന്നൊരു സംശയം. ശരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം സ്വർണം വേണം? സാമ്പത്തിക വിദഗ്ധരൊക്കെ പൊതുവെ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു 5 മുതൽ 15% വരെ സ്വർണത്തിലാകുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് മൊത്തത്തിൽ ഒരു ബാലൻസും സ്റ്റെബിലിറ്റിയും തരാൻ സഹായിക്കും. തീർച്ചയായും ഈ പറഞ്ഞ 5-15% എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ പ്രായവും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും അനുസരിച്ച് ഇതിൽ മാറ്റം വരും. ഉദാഹരണത്തിന്, നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 10-15% വരെ പോകാം. എന്നാൽ റിട്ടയർമെന്റിനോടടുത്തൊരാളാണെങ്കിൽ സമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു 5-10% മതിയാവും. അപ്പോൾ നിങ്ങളുടെ പ്രായവും സാമ്പത്തിക ലക്ഷ്യങ്ങളുമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങളുടെ സ്വർണ്ണ നിക്ഷേപം ഒരു പ്ലാനോടുകൂടി ചെയ്യാനുള്ള 5 സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. ആദ്യം, എന്തിനാണ് സ്വർണം വാങ്ങുന്നത് എന്ന് തീരുമാനിക്കുക. പേഴ്സണൽ ആവശ്യത്തിനാണോ അതോ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണോ? രണ്ടാമത്, നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് വിലയിരുത്തുക. മൂന്നാമത്, ഏത് രീതിയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ഫിസിക്കലാണോ, ETF ആണോ, SGB ആണോ? നാലാമത്, ഒറ്റയടിക്ക് പണം മുടക്കാതെ കുറേശ്ശെയായി നിക്ഷേപം വളർത്തുക. അവസാനം, നിങ്ങളുടെ ലക്ഷ്യമനുസരിച്ച് ഇടയ്ക്ക് പോർട്ട്ഫോളിയോ ഒന്ന് പുനഃക്രമീകരിക്കുക. അപ്പോൾ അവസാനമായി ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. സ്വർണം എന്നത് ഒരു പഴയകാല ഓർമ്മ മാത്രമാണോ, അതോ നിങ്ങളുടെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണോ? കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടി ഏറ്റവും മികച്ച തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. നന്ദി.